മെറിറ്റ് അവാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് മെറിറ്റ് അവാർഡ് വിതരണം നടത്തിയത്. മുതിർന്ന പൗരന്മാരെയും സൈനികരെയും പരിപാടിയിൽ ആദരിച്ചു. കാപ്പിൽ കൃഷിഭവന് സമീപം KM ബഷീർ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി M ലിജു ഉദ്ഘാടനം ചെയ്തു. ആദരാഞ്ജലികൾ അർപ്പിക്കുക. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന, വ്യക്തിപരമായി വളരെ സ്നേഹബന്ധവും വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു ശ്രീ KM ബഷീർ. ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷാമില ബഷീറിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ബഷീറിക്കയുടെ ഓർമ്മകളാണ്. വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയും കുടുംബവുമാണ്. അദ്ദേഹത്തിന് 4ാം ചരമവാർഷികമാണ്. 4 വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് എന്ന് ഞങ്ങൾക്കായിരുന്നു. നമ്മുടെ മനുഷ്യർ, നമ്മുടെ മനസ്സിലെ ഓർമ്മകളുള്ള മനുഷ്യർ, അവരെ കടന്നുപോയി വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ സാമീപ്യവും അവരുടെ സംഭാഷണവും അവരുമായിട്ടുള്ള പെരുമാറ്റവും എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അത്തരത്തിൽ വളരെയധികം സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നു ഒരു സഹകാരി എന്ന നിലയിൽ. വാർഡംഗം KM ഷെരീഫ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഭരണകർത്താക്കളുള്ള ഇന്ത്യ മഹാരാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരം രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ കഴിയാത്ത, ഈ രാജ്യത്തെ കുട്ടികളുടെ സംരക്ഷണം ഏർപ്പെടുത്തുവാൻ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ മേൽ ദേശീയതയുടെ വികാരം കുത്തിവെക്കുവാൻ വരുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞു. വാർഡ് പ്രസിഡന്റ് രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറി N രവി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, മണ്ഡലം പ്രസിഡന്റുമാരായ K പത്മകുമാർ, K നാസർ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ഇർഷാദ്, കബീർ, റഹിയ നസീർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ തിരുവേനി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ 2 വാക്കുകൾ പറഞ്ഞു. പത്രക്കാർക്കായി വളരെ നർമ്മരസത്തോടു കൂടി പറയുന്ന അദ്ദേഹം ജീവിതത്തിലെ ഗ്രന്ഥമായി അർത്ഥപൂർണമായി ആ വാക്കുകൾ പറഞ്ഞത് ഇന്നും എല്ലാവർക്കും, മാനുഷിക കുലങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കേണ്ട വചനങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു കല്ലറയിൽ ചെല്ലുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ജനനം എത്രാം തീയതി, മരണം എത്രാം തീയതി. അതൊരു സ്വാഭാവികമായും ഒരാളുടെ ജനനവും മരണവും കല്ലറയിൽ വ്യക്തമായി കുത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ അങ്ങനെയല്ല ആകേണ്ടത്. അതൊരു പക്ഷേ അവന്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ ഒരു കടമയായിട്ടാണ് അത് ചെയ്തു വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.